ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജയശങ്കറും സ്വാമിയും നിരഞ്ജനും കൂടി സംസാരിക്കണം. അപ്പോൾ ജയശങ്കർ നിരഞ്ജനോട് പറയാണ്, എൻ്റെ ഇതുവരെയുള്ള ജീവിതാനുഭവം കൊണ്ട് പറയാണ്, ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. കൂടെ നിന്ന് എല്ലാവരാലും ചതിക്കപ്പെട്ടവനാണ് ഞാൻ. പക്ഷെ ഇപ്പൊ ചില മാറ്റങ്ങളൊക്കെ കാണുന്നു. ഞാൻ ചതിച്ചവരെല്ലാം മനസ്സ് മാറ്റാൻ തയ്യാറാവുന്നു, സഹായിക്കാൻ തയ്യാറാവുന്നു എന്ന് പറഞ്ഞപ്പോൾ നിരഞ്ജൻ പറയാണ്, വിശാലിനെ കുറിച്ചാണോ സാറ് പറയുന്നത്? അതെ, അവൻ ആ കേസ് പിൻവലിക്കാൻ വേണ്ടി മനസ്സ് കാണിച്ചത് അതെനിക്കൊരു വലിയ സഹായമായി. എല്ലാം എനിക്ക് ഒന്നിന്ന് തുടങ്ങണം. നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ. ഇനി എനിക്കെല്ലാം തിരിച്ചു പിടിക്കണം. എല്ലാം എൻ്റെ തെറ്റായിരുന്നു. ഇപ്പോൾ എനിക്കൊരു ആത്മവിശ്വാസമൊക്കെ ഉണ്ട്. എല്ലാം എനിക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ നിരഞ്ജൻ പറയാണ്, ഈ ആത്മവിശ്വാസമാണ് സാറിന് വേണ്ടത്. ഇത് ഇനി ഒരിക്കലും നഷ്ടപ്പെടരുത് എന്ന് പറഞ്ഞ് നിരഞ്ജൻ ജയശങ്കറിന്റെ മനസ്സിലേക്ക് ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ പകർന്നു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ജയശങ്കർ പറയാണ്, ചിലപ്പോഴൊക്കെ എനിക്ക് നീ എൻ്റെ മരുമകനായിട്ടല്ല, എൻ്റെ സ്വന്തം മകനായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ ശരിയാണ് നിന്നെയും അക്ഷരയും ഒന്നിപ്പിച്ചതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ ശരി. നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കെല്ലാം നേടിയെടുക്കാൻ കഴിയും എന്ന് പറയുമ്പോൾ നിരഞ്ജൻ പറയാണ്, സാറിന് എന്ത് സഹായത്തിനും ഞങ്ങൾ സാറിനോടൊപ്പം ഉണ്ടാവും എന്ന് പറയാണ്. അങ്ങനെ അത് കേൾക്കുമ്പോൾ ജയശങ്കറിന് ഒരുപാട് സന്തോഷമാവാണ്. അപ്പോൾ സ്വാമിയാണെങ്കിൽ അപ്പോഴൊക്കെ ഒരു കള്ളനോട്ടത്തോട് കൂടിയിട്ടാണ് രണ്ടുപേരെയും ശ്രദ്ധിച്ച് ഒന്നും മിണ്ടാതെ അവിടെ അവരോടൊപ്പം നിൽക്കുന്നത്. അപ്പോഴത്തേക്കും അവിടേക്ക് അക്ഷര വരികയാണ്. എന്നിട്ട് പറയണ, നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റൽ തുറക്കണമെന്ന് പറയുമ്പോൾ ജയശങ്കർ പറയണ, അതിന് ഒരുപാട് പണം വേണ്ടേ? പണം എത്രയാണെങ്കിലും നമുക്ക് ഹോസ്പിറ്റൽ തുറന്നേ പറ്റൂ ഡാഡി. അതിനുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തെ ഏൽപ്പിക്കാമെന്ന് നിരഞ്ജനെ ഉദ്ദേശിച്ച് പറയാണ്. അപ്പോഴത്തേക്കും കാഞ്ചന അവിടേക്ക് വരികയാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഹോസ്പിറ്റൽ തുറക്കുമ്പോഴേ എനിക്ക് അവിടെ ഒരു ജോലി തരണം. എന്ത് ജോലിയാണെങ്കിലും ഞാൻ ചെയ്തോളാം. അപ്പോൾ നിരഞ്ജൻ തമാശയോട് പറയണേ, അതിനെന്താ, ഒരു ബയോഡാറ്റ തന്നേക്ക്, അവിടെ എന്തെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ തന്നോളാം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കാഞ്ചന പറയണ, അതിന് ഞാൻ ഈ നിൽക്കുന്ന അക്ഷരയുടെ അപ്പച്ചിയാണ് എന്ന് പറയുമ്പോൾ അക്ഷര പറയണ തമാശയോട് കൂടിയിട്ട്, അതിന് ബന്ധവും സ്വന്തവും ഒന്നും ജോലിക്കാര്യത്തിലൊന്നും നോക്കില്ല എന്ന് പറയുമ്പോൾ, കണ്ടില്ലേ സ്വാമി, ഇവരൊക്കെ പറയുന്നത് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടന്നപ്പോൾ നമ്മളുമൊക്കെ പുറത്തായി എന്ന് കാഞ്ചന പറയുമ്പോൾ സ്വാമി പറയണ, ഞാൻ എന്നേ പുറത്തായി. അത് കേട്ടപ്പോൾ ജയശങ്കർ പറയണ, സ്വാമി അങ്ങനെയൊന്നും പറയരുത്, സ്വാമി എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം എന്ന് പറയുമ്പോൾ സ്വാമി പറയണ, ഞാൻ എപ്പോഴും സാറിനോടൊപ്പം തന്നെ ഉണ്ടാവും. ഇതിനെ വിട്ട് ഞാൻ എവിടെ പോവാനാണ്? സാറിൻ്റെ നന്മയാണ് എൻ്റെ ലക്ഷ്യം. അതുകൊണ്ടല്ലേ തങ്കച്ചി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അപ്പം തന്നെ ഞാൻ ഇവിടെ വന്ന് അറിയിക്കുന്നത് എന്ന് പറയുമ്പോൾ അക്ഷര പറയാണ്, ആ തങ്കച്ചിയുടെ പേര് പോലും ഇനി ഈ വീട്ടിൽ ആരും പറഞ്ഞു പോവരുത്. അപ്പോൾ നിരഞ്ജൻ പറയാണ്, തങ്കച്ചി ഇനി തല പൊക്കിയാലേ അത് അടിച്ചൊതുക്കാനുള്ളയൊക്കെ പവർ ഇപ്പോൾ നമുക്കുണ്ട് എന്ന് പറയുമ്പോൾ കാഞ്ചന പറയണത്, എന്തിനാണ് ഇപ്പോൾ തങ്കച്ചിയുടെ സംസാരം ഇവിടെ സ്വാമി പറഞ്ഞത്? ചോറ് ഇവിടെയും കൂറ് അവിടെയുമാണല്ലേ സ്വാമി ഇപ്പോഴും? ഇനിയും രണ്ട് വഞ്ചിയിൽ കാല് വെക്കുന്ന പരിപാടി ഇവിടെ നടത്തില്ല എന്ന് കാഞ്ചന പറയുമ്പോൾ, ഏയ് സ്വാമി അങ്ങനത്തെ ആളൊന്നുമല്ല എന്ന് ജയശങ്കർ പറയുമ്പോൾ, അത് തന്നെയാണ് സാറേ എനിക്കും പറയാനുള്ളത്. ഇവർ വെറുതെ എന്നെ തെറ്റിദ്ധരിക്കുന്നതാണ് എന്ന് സ്വാമി പറയണം. പിന്നീട് സ്വാമി നേരെ തങ്കച്ചിയുടെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് ജയശങ്കർ ഹോസ്പിറ്റൽ എത്രയും പെട്ടെന്ന് തുറക്കും എന്ന് പറഞ്ഞത് തങ്കച്ചിയോട് പറയട്ടോ. അത് കേട്ടപ്പോൾ, എങ്ങനെ തുറക്കും? അയാൾ എനിക്ക് എത്ര രൂപയാണ് തരാനുള്ളത്? അതൊക്കെ ജയശങ്കർ സാറ് എത്രയും പെട്ടെന്ന് തന്നു തീർക്കും എന്ന് പറയുമ്പോൾ, ഇല്ല, അയാൾക്ക് അതിനൊന്നും കഴിയില്ല. ഇനി അയാളെന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അയാളെന്നെ ഇനി ഒരു പാഠം പഠിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അയാളെ തകർക്കാനാണ് എൻ്റെ ലക്ഷ്യം. അയാൾ തകർത്ത് തരിപ്പണമാകുന്നത് എനിക്ക് കാണണം എന്നൊക്കെ തങ്കച്ചി വാശിയോട് കൂടിയിട്ടാണ് കേട്ടോ സ്വാമിയോട് പറയുന്നത്. അപ്പോൾ സ്വാമി തിരിച്ചും പറയുന്നുണ്ട്, ഒരിക്കലും നടക്കില്ല. സാറിനെ തോൽപ്പിക്കാൻ ഇനി തങ്കച്ചിക്ക് കഴിയില്ല. ഇപ്പോൾ സാറിനാണ് അനുകൂലമായി കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വാമി പോകുന്നത്. പിന്നീട് ജയശങ്കറിനെയും നിരഞ്ജയെയും അക്ഷരയെയും കാണാൻ വേണ്ടിയിട്ട് ദേവിക അവിടേക്ക് വരികയാണ്. അപ്പോൾ നിരഞ്ജൻ പറയണേ, കല്യാണത്തിന് അവസാനം സമ്മതിച്ചു അല്ലേ, അത് നന്നായുള്ളൂ എന്ന് പറയട്ടോ. സിദ്ധുവിന് പെർഫെക്റ്റ് മാച്ചാണ് ദേവിക എന്ന് പറയുമ്പോൾ ദേവികയ്ക്ക് ഒരു നാണത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോഴത്തേക്കും കാഞ്ചന അവിടേക്ക് വരികയാണ്. അല്ല, ഈ ഹൃദയം മാറ്റിവെച്ചവർക്കൊക്കെ കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നിരഞ്ജൻ പറയണം, അതിനെന്താ, എല്ലാ മനുഷ്യരും ചെയ്യുന്നത് പോലെ അവർക്കും എല്ലാം ചെയ്യാം എന്ന് പറയാണ്. അപ്പോൾ ദേവിക പറയണ, കല്യാണം മാത്രമല്ല മറ്റൊരു വിശേഷം കൂടി പറയാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഞാനൊരു ചെറിയ ബിസിനസ് തുടങ്ങാൻ പോവാണ്, തുണിയുടേത്. അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവും എന്ന് പറയുമ്പോൾ അക്ഷര പറയണ,
അതിനെന്താ, അതൊരു നല്ല കാര്യമല്ലേ, ഈ വീട്ടിലേക്കുള്ള എല്ലാവരുടെയും ഡ്രസ്സ് ഞാൻ തന്നെ ആദ്യം പർച്ചേസ് ചെയ്തോളാം എന്ന് പറയുമ്പോഴാണ് നിരഞ്ജന്റെ ഫോണിലേക്ക് സിദ്ധു വിളിക്കുന്നത്. നല്ല സമയത്താണ് സിദ്ധുവിന്റെ വിളി. ഇവിടെ ഭാവി ഭാര്യയുണ്ട് എന്ന് പറയുമ്പോൾ സിദ്ധുവിന് ഒരു നാണം വരികയാണ്, നല്ല സന്തോഷം വരികയാണ്. അപ്പോൾ ദേവികയ്ക്ക് ഒരു നാണം വരിക കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ ബിസിനസിന്റെ കാര്യം പറയാൻ വേണ്ടി ദേവിക വന്നതാണ്, ഞങ്ങൾ നല്ലൊരു ഓർഡറും കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സിദ്ധു പെട്ടെന്ന് ഫോൺ വെക്കുകയാണ്. എന്ന് ഞാൻ പിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തേക്കും അവിടേക്ക് ജയശങ്കർ വരികയാണ്. എന്നിട്ട് ദേവിക ബിസിനസിന്റെ കാര്യം പറയണേ, ഞാനൊരു ചെറിയ ബിസിനസ് തുടങ്ങാൻ പോവാണ്, സാറിന്റെ അനുഗ്രഹം വേണമെന്ന് പറയുമ്പോൾ അത് പറയാനുണ്ടോ, എപ്പോഴും എൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടാവും. പിന്നെ എനിക്ക് ചെറിയൊരു ഉപദേശം തരാനുള്ളത്, ആർക്കും ഒരിക്കലും കടം കൊടുത്തു പോവരുത്, അതൊരു ചെറിയ പൈസയ്ക്കാണെങ്കിൽ പോലും കടം കൊടുക്കരുത്, ഇത് ഞാൻ എൻ്റെ അനുഭവം കൊണ്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞു ഉപദേശിക്കുകയാണ് കേട്ടോ. അങ്ങനെ ദേവിക സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് പോവാണ്. ഈ സമയം ദേവികയെ ഓർത്ത് സിദ്ധു ഇങ്ങനെ സന്തോഷത്തിൽ പുഞ്ചിരിച്ച് നിൽക്കുമ്പോഴാണ് അവിടേക്ക് ചന്ദ്രലേഖ വരുന്നത്. എന്നിട്ട് അഭിനയിച്ചുകൊണ്ട് പറയാണ്, ദേവിക കല്യാണത്തിന് സമ്മതിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറയട്ടോ. അപ്പോൾ സിദ്ധു ഇങ്ങനെ പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ പറയണേ, ഇത്രയും നല്ല ഒരു ചെക്കനെ കിട്ടുമ്പോൾ തലക്ക് വെളിവുള്ള ഏതെങ്കിലും പെണ്ണ് വേണ്ടാന്ന് പറയില്ലല്ലോ, ഇനി എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ചന്ദ്രലേഖയോട്, ഈ ചന്ദ്രലേഖ ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും പെട്ടെന്ന് കല്യാണം ഒന്നും നടക്കില്ലായിരുന്നു. അപ്പോൾ ചന്ദ്ര പറയണേ, അതിന് ആ ഹൃദയത്തിൽ മുഴുവനും ദേവിക ചേച്ചിയാണെന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ പിന്മാറിയത്, ഞാൻ ശ്രമിച്ചു, പക്ഷേ നിരാശയല്ലേ എനിക്കുണ്ടായത്, സാരമില്ല, ചന്ദ്രയ്ക്ക് എന്നെക്കാളും നല്ലൊരു പയ്യനെ കിട്ടും എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ട, എനിക്ക് ഒറിജിനൽ തന്നെയാണ് വേണ്ടത്, ഡ്യൂപ്ലിക്കേറ്റും വാങ്ങി പെട്ടി മടക്കി പോവാനൊന്നും ഞാൻ എന്തായാലും തയ്യാറല്ല സിദ്ധുവേട്ട എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചന്ദ്രയുടെ ആ ഭാവ വ്യത്യാസം കാണുമ്പോൾ സിദ്ധുവിനൊരു സംശയം വരികയാണ്. അല്ല ചന്ദ്രയെ, അതല്ലേ പറ്റൂ എന്ന് പറയുമ്പോൾ അതേണ് പറ്റൂ, പക്ഷേ എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്, താലി കൊടുക്കാനുള്ള അവകാശം അത് എനിക്ക് തന്നെ തരണം. അല്ല ചന്ദ്രയെ, അത് സാധാരണ വരന്റെ പെങ്ങന്മാരല്ലേ ചെയ്യാറുള്ളത്, അതെ അത് പ്രേമേച്ചി തന്നെയാണ്, പക്ഷേ ഇവിടെ എനിക്ക് തന്നെ തരണം, അതിന് ചേച്ചി സമ്മതിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ചേച്ചിയെ കൊണ്ട് സമ്മതിപ്പിക്കണം എന്നൊരു വാശിയോട് കൂടി ചന്ദ്രലേക്ക് പറയുമ്പോഴൊക്കെ സിദ്ധുവിന്റെ മനസ്സിലൊരു സംശയം വരികയാണ് കേട്ടോ. അല്ല ഇനിയിപ്പോൾ പെട്ടെന്നൊന്നും ഇതിനെക്കുറിച്ച് പ്രേമേച്ചിയോട് സംസാരിക്കേണ്ട, നിങ്ങൾ രണ്ടുപേരും മാത്രം സമ്മതമെടുത്തതുകൊണ്ട് എല്ലാ തടസ്സങ്ങളും മാറി എന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ, ഇനിയും ഒരുപാട് കടമ്പകൾ കടക്കാനുള്ളതല്ലേ എന്ന് പറയട്ടോ. അപ്പോൾ ഇനി എന്ത് കടമ്പയാണ്, പ്രധാനമായും ദേവികയുടെ തടസ്സമായിരുന്നു, ഇപ്പോൾ അതെല്ലാം മാറിയില്ലേ, ഇനി എന്ത് തടസ്സമാണുള്ളത്, ഇനി ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തിൽ തന്നെ ഞങ്ങളുടെ വിവാഹം നടത്തണം എന്ന് പറയട്ടോ. അപ്പോൾ ചന്ദ്ര പറയാണ്, സിദ്ധുവിന്റെ ഭാഗ്യം ആഗ്രഹിച്ച പെണ്ണിനെ തന്നെ കിട്ടിയില്ലേ എന്നും പറഞ്ഞിട്ട് പകയോട് കൂടിയിട്ടാണ് ചന്ദ്രലേഖ അവിടെ നിന്ന് പോകുന്നത്. എന്നിട്ട് ചന്ദ്രലേഖ മാറി നിന്ന് സിദ്ധുവിനെ നോക്കുകയാണ് കേട്ടോ. നിന്റെ കല്യാണം നടന്നത് തന്നെ എൻ്റെ മനസ്സിൽ ചില കണക്കുകൂട്ടലുകളും പ്ലാനുകളുമുണ്ട്, ഒരിക്കലും നിന്റെയും ദേവികയുടെയും വിവാഹം നടക്കാൻ പോകുന്നില്ല എന്നുള്ള ഭാവത്തിലാണ് സിദ്ധുവിനെ നോക്കിയിട്ട് ചന്ദ്രലേഖ അവിടെ നിന്നും പോകുന്നത്. പിന്നീട് നിരഞ്ജനും അക്ഷരയും കൂടി സംസാരിക്കണം. ദേവിക കല്യാണത്തിന് സമ്മതിച്ചത് എന്തുകൊണ്ടും ഒരു ആശ്വാസം തന്നെയാണ്. ഇനി സുധിയുടെ മരണത്തെക്കുറിച്ചൊന്നും ദേവിക ഇനി അന്വേഷിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ അങ്ങ് പൂർണ്ണമായി വിശ്വസിക്കാനൊന്നും കഴിയില്ല. ദേവികയോടൊപ്പം വക്കീൽ കൂടിയാണ് ചേരാൻ പോകുന്നത്, അതുകൊണ്ട് ഇനി അന്വേഷണം ശക്തമാക്കുക എന്നൊന്നും പറയാൻ കഴിയില്ല എന്ന് അക്ഷരയോട് പറയുമ്പോൾ ആകെ പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് നിരഞ്ജൻ പറയണ, നമ്മുടെ വാഹനം തട്ടിയാണ് സുധി മരിച്ചത് എന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല, അങ്ങനെ ആവരുത് എന്നാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറും പ്രാർത്ഥിക്കാറുമുള്ളത്. അക്ഷര പറയണ, അതിനെക്കുറിച്ചൊക്കെ ഇനി ഓർമ്മപ്പെടുത്തില്ലേ, എനിക്കത് ഓർക്കാൻ പോലും ഇഷ്ടമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കല്യാണക്കാര്യത്തെക്കുറിച്ച് ചന്ദ്രലേഖയും പ്രേമയും രംഗനും സിദ്ധുവും അച്ഛനും കൂടി സംസാരിക്കുകയാണ്. ആഘോഷമായിട്ട് തന്നെ നടത്തണമെന്ന് അമ്മ പറയുമ്പോൾ അച്ഛൻ പറയണ, അവരുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ, അതുകൊണ്ട് അങ്ങനെയൊന്നും ആരും ആവശ്യപ്പെടേണ്ട എന്ന് പറയുമ്പോൾ ചന്ദ്രലേഖ പറയണ, ജീവിതത്തിൽ ഒരു തവണയല്ലേ കല്യാണമൊക്കെ ഉണ്ടാവൂ, അപ്പോൾ അത് നല്ല ആഘോഷമായിട്ട് തന്നെ നടത്തണം. പ്രേമ പറയണ, അവളെ പോലെയുള്ളവളൊക്കെ ഈ വീട്ടിൽ കയറി വരുന്നത് തന്നെ ഇവൻ കാരണമാണ്, ഇവന്റെ ഒറ്റ പിടിവാശി കൊണ്ടാണ് ആ ദേവിക ഇപ്പോൾ ഈ വീട്ടിലേക്ക് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരിക്കലും അവൾ ഈ വീട്ടിലേക്ക് വരില്ല, അതുകൊണ്ട് ആഘോഷം തന്നെ ഉണ്ടാവണം, നല്ല ആഘോഷത്തിൽ തന്നെ കല്യാണം നടത്തണം, നിങ്ങൾക്ക് പറയാൻ മടിയാണെങ്കിൽ ഞാൻ വിളിച്ചു പറഞ്ഞോളാം എന്ന് പറയുമ്പോൾ അച്ഛൻ പറയണേ, നീ ഇതിൽ തലയിടണ്ട, ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത്. പ്രേമ സിദ്ധുവിനോട് ചോദിക്കാൻ, നിനക്കെന്താടാ ഒന്നും പറയാനില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും പറയാനില്ല, നിങ്ങൾ എന്താന്ന് വെച്ച് തീരുമാനിച്ചോ, പക്ഷേ കല്യാണം നടക്കണം, അത്ര മാത്രമാണ് എനിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്നും എണീറ്റ് പോകുന്നത്. അപ്പോൾ ചന്ദ്ര പറയണേ, കല്യാണത്തിനുള്ള ഡ്രസ്സൊക്കെ എൻ്റെ വകയാണെന്ന് പറയുമ്പോൾ പ്രേമ പറയണേ, ചന്ദ്രമോളാവുമ്പോൾ അത് നല്ല ഭംഗിയായിട്ട് തന്നെ വെടിപ്പായിട്ട് നടത്തി തരുമെന്ന് പറയുമ്പോൾ ചന്ദ്ര മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് പറയണ, ഒരു അർത്ഥം വെച്ചുകൊണ്ട് പറയാണ്, അത് ഞാൻ വെടിപ്പായിട്ട് തന്നെ നടത്താൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നൊരു പകയോട് കൂടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ രംഗനൊക്കെ ചന്ദ്രയുടെ
സംസാരത്തിൽ എന്തോ ഒരു ഉദ്ദേശമുണ്ടല്ലോ എന്നുള്ള ഭാവത്തിലാണ് രംഗനും അച്ഛനും ഒക്കെ ചന്ദ്രയെ നോക്കുന്നത്.